الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും അതിവേഗതയിൽ നമ്മളിൽ നിന്ന് യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് ഈ റമദാൻ നമുക്ക് കിട്ടി, ഈ ദിവസങ്ങളെങ്കിലും നമ്മുടെ മുന്നിൽ എത്തിക്കിട്ടി എന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്ത് തന്നെയാണ്. പ്രപഞ്ചനാഥനായ റബ്ബ് പരിശുദ്ധ റമദാനിനെയും അവസാന 10 ലൈലത്തുൽ ഖദറിനെയുമൊക്കെ സംബന്ധിച്ച് പരാമർശിച്ചെടുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ. ഇതിൻ്റെ ഖൈറിനെ ആരെങ്കിലും നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവൻ വമ്പിച്ച നഷ്ടക്കാരനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. റമദാനിലെ ഓരോ കർമ്മങ്ങളും നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ പറ്റുന്ന പാകതയിലുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൻ സ്വാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടെയും ഇഹ്തിസാബോടുകൂടിയും ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവന്റെ പ്രതിഫലത്തെ അല്ലാഹു പറഞ്ഞെടുത്ത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ ആ നോമ്പ് അവൻ ഉപകരിക്കുമെന്നാണ്.
മറ്റൊരു ഹദീസിൽ മൻ ഖാമ റമളാന, റമളാനിൽ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ അതേ നിബന്ധനകളോടെ ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അവിടെയും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു ചെറു പാപങ്ങളൊക്കെ അതിലൂടെ മായ്ച്ചു കളയുമെന്നാണ്. മൂന്നാമത്തെ റിപ്പോർട്ട് നമുക്ക് കാണാം, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രികളിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അതേ നിബന്ധനകളോടെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ഈമാനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആരെങ്കിലും ഇബാദത്ത് നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളിലെ ചെറു പാപങ്ങളൊക്കെ അതിലൂടെ മായ്ച്ചു കളയുമെന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. സഹോദരങ്ങളെ, പാപങ്ങളെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ മുന്നിലുള്ള ഈ റമദാൻ. ഇബാദത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങൾ കഴുകാം. അതുപോലെ തന്നെ ഈ റമദാനിൽ തൗബ വർദ്ധിപ്പിച്ചുകൊണ്ട്, പശ്ചാത്താപം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും പാപങ്ങൾ ചെയ്യാത്തവരല്ല മനുഷ്യരാരും. സംസാരങ്ങളിൽ, ഇടപാടുകളിൽ, അതേപോലെ തന്നെ വിശ്വാസരംഗങ്ങളിൽ, കർമ്മരംഗങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, കുടുംബ മേഖലകളിൽ എല്ലായിടത്തും നമുക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. ആ പിഴവുകളൊക്കെ പൊറുക്കാൻ കാത്തിരിക്കുന്നവരാണ് റബ്ബ്. നമ്മൾ അല്ലാഹുവിലേക്ക് കൈനീട്ടിയാൽ മതി, അല്ലാഹു സ്വീകരിക്കാൻ ഒരുക്കമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് ഒരുപാട് കേട്ട് ശീലമുള്ള ഹദീസല്ലേ. കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിന്റെ സന്തതികൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. എല്ലാവർക്കും തെറ്റ് സംഭവിക്കും. എന്നാൽ ആ തെറ്റ് ചെയ്യുന്നവരിൽ വഖൈറു ഖത്താഈൻ, ആ തെറ്റ് ചെയ്യുന്നവരിൽ ഖൈറായവർ ആരാണ്? തെറ്റ് ചെയ്തവരിൽ ഉത്തമരായവർ ആരാണ്? അത്തവ്വാബൂൻ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് ഈ റമദാനിനെ നാം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരു വ്യക്തിക്ക് ഒരു റമദാൻ വന്നു കിട്ടി, ഒരു റമദാനിനെ മുഴുവനും അയാൾക്ക് കിട്ടിയിട്ട് ആ റമദാൻ അവസാനിക്കുമ്പോഴും അയാൾ തൗബ ചെയ്യാതെ പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനായിട്ടാണ് ഈ റമദാനിനെ അവസാനിപ്പിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവന്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ എന്നാണ്. അവന്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ എന്ന് പറഞ്ഞാൽ അവൻ നശിക്കട്ടെ എന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ജിബ്രീൽ വന്ന് പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞതും ഹദീസുകളിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഇതൊരു തൗഫീഖാൻ. അടുത്ത റമദാനിന് നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ റമദാനിൽ നമ്മൾ ഹയാത്തോടെ ഉണ്ട് എന്നത് അല്ലാഹു നമുക്ക് തന്ന വലിയ ഗിഫ്റ്റായി കണക്കാക്കി റബ്ബിലേക്ക്, പ്രപഞ്ചനാഥനിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് വിനയാന്വിതരായി മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശ്വാസരംഗത്ത് പിഴവ് പറ്റിയിട്ടുണ്ടാവാം, കർമ്മരംഗങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, സമ്പാദിക്കുന്നിടത്ത് സമ്പാദ്യങ്ങളിൽ ഹറാമുകൾ കലർന്നിട്ടുണ്ടാവാം, മറ്റുള്ളവന്റെ സമ്പത്ത് കൊള്ളയടിച്ചതോ അല്ലെങ്കിൽ അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നതോ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എടുത്തതോ, അതുപോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിച്ചതോ, ഹറാമുകൾ കണ്ടതും ഹറാമ് കേട്ടതും ഹറാം ആസ്വദിച്ചതും, ഇങ്ങനെ എണ്ണി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മേഖലകളിൽ പാപത്തിന്റെ കറകൾ നമ്മുടെ ഹൃദയത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തു തരാനുള്ള ഒരുക്കമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനായ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, അൻ അബി മൂസ റളിയല്ലാഹു അൻഹു, അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യബ്സുതു യദഹു ബില്ലൈലി ലിയുതീബ മുസീഉൻ നഹാർ, അല്ലാഹു അവന്റെ കരങ്ങൾ നീട്ടി തൗബ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവനാണ്. യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ, രാത്രിയിൽ തെറ്റ് ചെയ്തവന്റെ പാപം സ്വീകരിക്കാൻ, അതെ, പകലിൽ തെറ്റ് ചെയ്തവന്റെ പാപം സ്വീകരിക്കാൻ. ഇങ്ങനെ രണ്ടും
രാത്രിയിൽ തെറ്റ് ചെയ്തവന്റെ പാപങ്ങൾ സ്വീകരിക്കാൻ, പകലിൽ തൗബ ചെയ്യുന്നവന്റെ തൗബ സ്വീകരിക്കാനുള്ള പകലിൽ കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പകലിൽ തെറ്റ് ചെയ്തിട്ട് രാത്രിയിൽ തൗബ ചെയ്യുന്നവന്റെ തൗബ സ്വീകരിക്കാനുള്ള രാത്രിയിലും സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവനാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹത്താ യത്ലുഹ ശംസു മിൻ മഗ്രിബിഹാ, ഇത് പുലരുന്നത് വരെ അല്ലെങ്കിൽ ഖിയാമത്ത് വരെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയിൽ അല്ലാഹു തൗബ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു, പകലിലും അല്ലാഹു തൗബ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. അടിമകൾ ചോദിച്ചാൽ മതി അവനോട്, പറഞ്ഞാൽ മതി അവനോട്, റബ്ബേ എന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് എന്നൊന്ന് കേണ് ചോദിച്ചാൽ മതി അല്ലാഹുവിനോട്. അല്ലാഹു ഒരുക്കമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിനോട് മനസ്സറിഞ്ഞ് പറയാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹുവിന്റെ സവിശേഷത തന്നെ ഹദീസുകളിലും ആയത്തുകളിലും പഠിപ്പിച്ചത് അല്ലാഹു അവൻ ആരാണെന്നറിയുമോ? ഗാഫിറുദ് ദംബി വഖാബിലുത് തൗബ. അവൻ ഗാഫിറുദ് ദംബാണ്, ഖാബിലുത് തൗബാണ്. അവൻ പാപം പൊറുക്കാൻ കാത്തിരിക്കുന്നവനാണ്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും ശരി, ഭൂമി ലോകത്തെ ഏറ്റവും വലിയ പാപം ശിർക്കാണ്. ശിർക്കെന്ന ദുൽമ്, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്കെന്ന ദുൽമ് സംഭവിച്ചാലും ശരി, ജീവിച്ചിരിക്കുന്ന കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് ചെയ്തത് ശിർക്കാണെന്ന് ബോധ്യപ്പെട്ട് അല്ലാഹ് എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ അതുപോലും പൊറുക്കാനുള്ള ഒരുക്കമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മരിക്കുന്ന നേരത്ത് ശിർക്കിലായി മരിച്ചാൽ നാളെ പരലോകത്ത് അല്ലാഹു പുറത്തു തരില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് അല്ലാഹു പാപങ്ങൾ പൊറുക്കാൻ ഒരുക്കമാണ് റബ്ബ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബുത് തവ്വാബീൻ, തൗബയെ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹ്. തൗബയോട് ഇഷ്ടമാണ് അല്ലാഹ്ക്ക്. തെറ്റുകൾ ചെയ്തിട്ട് പാപക്കറകൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് ആ പാപത്തിന്റെ കറകളെ ഞാൻ ചെയ്തു പോയല്ലോ എന്ന ദുഃഖം കൊണ്ട് അല്ലാഹുവോട് എടുത്തു പറയുന്ന ആളുകളെ, അങ്ങനെയുള്ള അടിമകൾ അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. സഹോദരങ്ങളെ, നമ്മുടെ റബ്ബിന് ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് തൗബക്ക് നിങ്ങൾ ഒരുക്കമാണോ? അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം എത്രത്തോളമാണ് അല്ലാഹ്ക്ക് ഇഷ്ടമെന്നറിയോ? ഒരു ഉപമ പഠിപ്പിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന്റെ ഉപമ. അയാള് ഒരൊട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയാണ്. അയാളുടെ ഭക്ഷണ സാമഗ്രികളൊക്കെ ആ ഒട്ടകപ്പുറത്തുണ്ട്. അതും വെച്ച് അയാൾ യാത്ര ചെയ്ത് മരുഭൂമിയിൽ നല്ല ചൂടത്ത് ശക്തമായ വെയിലടിക്കുമ്പോ ആ മരുഭൂമിയിൽ ഒരു ചെറിയ വൃക്ഷം കണ്ട്, ഒരു തണൽ മരം കണ്ടപ്പോ അയാൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി, ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി ആ ഒട്ടകപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി ഒട്ടകത്തിന് അവിടെ നിർത്തിയിട്ട് അദ്ദേഹം ഒന്ന് വിശ്രമിച്ചു. അറിയാതെ കണ്ണുമാടി അയാൾ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അയാളുടെ ഒട്ടകത്തെ കാണാനില്ല. അയാളുടെ ഭക്ഷണം ഒട്ടകപ്പുറത്താൻ, അയാളുടെ വെള്ളം ഒട്ടകപ്പുറത്താൻ, അയാളുടെ വസ്ത്രം ഒട്ടകപ്പുറത്താൻ. ആ ഒട്ടകത്തെ കാണാനില്ല. അയാൾ നടന്നു, ഒരുപാട് തെരഞ്ഞു നടന്നിട്ട് ഒട്ടകത്തെ കണ്ടില്ല. വീണ്ടും ആ മരത്തിന്റെ ചുവട്ടിലേക്ക് വന്ന് ആ ക്ഷീണം മാറി ഒന്നുകൂടി അയാൾ ഉറങ്ങിപ്പോവുകയാണ്. രണ്ടാമത് അയാൾ ഉണർന്നപ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ട ഒട്ടകം അയാളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഈ ഒരു രംഗത്ത് അയാളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രയാണ്! അയാൾ അറിയാതെ പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദി അൻത അബ്ദി വഅന റബ്ബുക. പടച്ചോനെ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന് തിരിച്ചു പറഞ്ഞു പോയി. സന്തോഷത്തിന്റെ ആഴം കൊണ്ട് അയാൾ പറഞ്ഞു. അയാൾ പറയേണ്ടത് എന്താ? പടച്ചോനെ, ഞാൻ നിന്റെ അടിമയാണല്ലാ, ഞാൻ നിന്റെ അടിമയാണല്ലാ, നീയാണ് എന്റെ റബ്ബ്, റബ്ബേ എന്ന്, അല്ലാഹുവേ എന്ന് പറയേണ്ടതിന് പകരം അയാൾ തിരിച്ചു പറഞ്ഞു, പടച്ചോനെ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ അബ്ദാണ്, ഞാൻ നിന്റെ റബ്ബാണെന്ന് അയാൾ തിരിച്ചു പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഭവത്തെ വെച്ചിട്ട് പറയുന്ന വാക്ക് ഈ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എത്രത്തോളം ആനന്ദമുണ്ടാകും! അതിനേക്കാൾ 10 മടങ്ങ് തൗബ ചെയ്ത് ഒരു മനുഷ്യൻ മടങ്ങിയാൽ അല്ലാഹുവിന്റെ ഖൽബിൽ അല്ലാഹു
ഇഷ്ടപ്പെടുന്നു എന്നും അല്ല സന്തോഷിക്കുന്നു എന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചതനുസരിച്ച് ജീവിതത്തെ ഒരുക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ നോക്കൂ, തൗബ ഒരു കാക്ക തൗബയല്ല. ഒരു തെറ്റ് ചെയ്യുക, എന്നിട്ട് ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാ, പിന്നെ അതേ തെറ്റ് ആവർത്തിക്കുക, വീണ്ടും അസ്തഗ്ഫിറുല്ലാഹ് പറയാ. ഇങ്ങനെയുള്ള ഇസ്തിഗ്ഫാറിനെയല്ല പടച്ചോൻക്ക് വേണ്ടത്. ഇസ്തിഗ്ഫാർ സ്വഹാബത്ത് കാണിച്ചു തന്നു. ഇസ്തിഗ്ഫാർ എന്താണെന്ന്, തൗബ എന്താണെന്ന് സ്വഹാബത്ത് കാണിച്ചു തന്നു. കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയവരാണ് സ്വഹാബത്ത്. അവരുടെ ജാഹിലിയത്തിലെ പാപങ്ങളൊക്കെ അല്ല പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അല്ല പറഞ്ഞതാണ്. എന്നിട്ടും അവരുടെ മുന്നിൽ സഹോദരങ്ങളെ, ചില വചനങ്ങൾ ഓതി കേൾക്കുമ്പോ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ഒലിച്ചിറങ്ങിയത് ചരിത്രത്തിൽ നമുക്ക് കാണാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സഹാബത്തിന്റെ മുന്നിൽ ഓതി കൊടുക്കുന്ന വചനം നമുക്ക് കാണാം. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് വഇദൽ മൗഊദതു സുഇലത്. അതേ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയെ നാളെ റബ്ബ് കൊണ്ടുവരും. ജാഹിലിയ കാലഘട്ടത്തിൽ അഭിമാനത്തെ ഭയന്നുകൊണ്ട്, തന്റെ അപമാനം ഭയന്ന്, അഭിമാനത്തിനു വേണ്ടി ജനിക്കുന്നത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ കുഴിച്ചു മൂടിയ ആളുകളാണ് പിന്നീട് ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് കടന്നു വന്നത്. ആ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു. വഇദൽ മൗഊദതു സുഇലത്. കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കും റബ്ബ്, ബിഅയ്യി ദംബിൻ ഖുതിലത്. എന്തിന്റെ പേരിലാണ്, എന്തിനാണ് മോളെ നിന്നെ കുഴിച്ചു മൂടിയതെന്ന് ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ, ഈ ആയത്ത് കേട്ടപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹാബികളുടെ കൽബ് പിടക്കുകയാണ്, അവരുടെ ഹൃദയം വേദനിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്ന രംഗം സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിസ്കാരത്തിന്റെ വേളയിൽ പോലും ഈ ആയത്ത് കേട്ടപ്പോൾ മാറി നിന്ന് കരഞ്ഞവരുണ്ട്. സഹോദരങ്ങളെ, മാറി നിന്ന് കരഞ്ഞവരുണ്ട്. കരയുന്ന രംഗം കണ്ട് റസൂൽ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് പറ്റിയത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ, ഇന്ന് നിങ്ങൾ ഓതിയ ആയത്തില്ലേ നബി, ഇന്ന് നിങ്ങൾ ഓതിയ വചനമില്ലേ നബിയെ, എനിക്കെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കഥ പറയാനുണ്ട് നിങ്ങളോട്. ആ കഥ എന്തെന്നറിയുമോ? റസൂലുള്ളാഹിനോട് ഒരു സ്വഹാബി വിശദീകരിക്കുകയാണ്. റസൂലേ, എനിക്കൊരു പെൺകുട്ടി ജനിച്ചു. അന്ന് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അയാളെ പരിഹസിക്കുമായിരുന്നു നാട്ടുകാർ. ഇയാൾക്കൊരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെന്ന് നാട്ടിൽ അയാളെ പരിഹസിക്കാൻ എല്ലാവരും ഒരുക്കമായിരുന്നു. എനിക്ക് ജനിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അവളെ കൊല്ലണ്ട, അവളെ നശിപ്പിക്കണ്ട, നമുക്കവളെ വളർത്താം. ആ സ്നേഹത്തിന്റെ ആഴം കൊണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തി. കൈപിടിച്ച് നടക്കാനുള്ള പ്രായമായി, വീട്ടിന്റെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കാനുള്ള ഒരു പ്രായമായപ്പോ എന്റെ കൈപിടിച്ച് നടക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുന്ന പ്രായമായപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, എന്റെ വീട്ടിലൊരു പെൺകുട്ടി വളരുന്നു എന്ന്. അതിന്റെ ഒരു അപമാനം എന്റെ മുഖത്തേക്ക് ദിനേന ആളുകൾ എന്നെ പുച്ഛിക്കാനും പരിഹസിക്കാനും തുടങ്ങി. ഈ പരിഹാസം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല റസൂലേ. ഒരു ദിവസം എന്റെ കുഞ്ഞിനെ ഞാൻ അണിയിച്ചൊരുക്കി, അവളെ നന്നായി വൃത്തിയാക്കി, എന്നിട്ട് ഞാൻ അവളെ കൊണ്ടുപോയി നബിയെ, അവളെ കൊണ്ടുപോയി. നോക്കൂ, ഭാര്യയോട് കല്യാണത്തിന്, ഒരു സൽക്കാരത്തിന് പോവുകയാണെന്ന വ്യാജേന ഞാൻ അവളെ കൊണ്ടുപോയത് മക്കയിലെ ഒരു മലഞ്ചെരുവിലേക്കാണ്. ആ മലയുടെ മുകളിൽ ഒരു പൊട്ടക്കിണറുണ്ട് റസൂലേ. ആ പൊട്ടക്കിണറിന്റെ ചാരത്ത് കൊണ്ടുപോയി എന്റെ കുഞ്ഞിനെ ഞാൻ നിർത്തി. എന്നിട്ട് ആ കുഴിയിലേക്ക് നോക്കുമ്പോ എന്റെ മോൾ എന്നോട് പറഞ്ഞു, വാപ്പാ, നിങ്ങൾ എന്നെ കൊല്ലാൻ തീരുമാനിച്ചു അല്ലേ എന്ന് എന്റെ മോൾ എന്നോട് പറഞ്ഞപ്പോ പോലും എന്റെ മനസ്സിലൊരു ദയ തോന്നിയില്ല റസൂലേ. എന്റെ കർണപുടങ്ങളിൽ അലക്കിക്കൊണ്ടിരുന്നത്, എന്റെ കർണപുടങ്ങളിൽ ശബ്ദിച്ചുകൊണ്ടിരുന്നത് എന്റെ നാട്ടിലുള്ള ആളുകളുടെ പരിഹാസത്തിന്റെ വർത്തമാനങ്ങളാണ്. എന്റെ കുഞ്ഞിനെ ഞാൻ അതിലേക്ക് തള്ളിയിടാൻ നേരത്ത് അവൾ എന്നെ ചേർത്ത് പിടിച്ചു. എന്റെ അരക്കെട്ടിന് പിടിച്ച മോള് അവളുടെ കൈ മാറ്റി ഞാൻ അവളെ കുഴിയിലേക്ക് എടുത്തെറിയുമ്പോ ആർത്തലക്കുന്ന ശബ്ദവുമായി എന്റെ കുഞ്ഞ് കുഴിയിലേക്ക് പതിക്കുന്നത് എന്റെ കാതുകളിൽ ഞാൻ കേട്ടു റസൂലേ. വലിയൊരു കല്ലെടുത്ത് ഞാൻ ആ കുഴിയിലേക്ക് ഇട്ടിട്ട് ഞാൻ അവിടെ അല്പനേരം ഇരുന്നു. എന്റെ മകളുടെ ശബ്ദം തീരുന്നത് വരെ ഞാൻ അവിടെ ഇരുന്നു റസൂലേ. ഈ ചരിത്രം പറയുന്നത് കേട്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാം. അള്ളാഹിന്റെ റസൂലിനോട് സഹാബി ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലേ, ഇന്ന് നിങ്ങൾ ഓതിയ വചനം എന്റെ കൽബിനെ വേദനിപ്പിച്ചു റസൂലേ.
റസൂലേ, എനിക്കറിയേണ്ടത് എന്റെ പൊന്നുമോളെ കൊന്നതിന്റെ പേരിൽ എന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെടുമോ റസൂലേ? എന്റെ പൊന്നുമോളെ നശിപ്പിച്ചതിന്റെ പേരിൽ എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരൂലേ റസൂലേ? ഇസ്തിഗ്ഫാർ തേടിയതാണ് ഞാൻ, തൗബ നടത്തിയതാണ് ഞാൻ, അല്ലാഹുവോട് അന്വേഷിച്ച് ഞാൻ റബ്ബിലേക്ക് മടങ്ങിയതാണ്. പക്ഷെ എനിക്ക് പുറത്തു തരുമോ റബ്ബേ? എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമോ റസൂലേ എന്ന് ആവർത്തിച്ച് ചെയ്തുപോയ കുറ്റത്തിന്റെ ആഴം തന്റെ കൽബിലേക്ക് പതിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം ചരിത്രത്തിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിലൂടെ കണ്ണുനീരുകൾ ഒലിപ്പിച്ച് ഹബീബായ മുത്തുനബി, കാരുണ്യത്തിന്റെ പ്രവാചകൻ, ആ സഹാബത്തിനോട് അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്: സഹാബികളെ, ജാഹിലിയ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്ത തിന്മകൾക്ക് ശിക്ഷ വിധിക്കാനെങ്ങാനും എന്റെ റബ്ബെന്നോട് പറഞ്ഞാൽ, നിങ്ങൾ ജാഹിലിയത്തിൽ നിങ്ങൾക്ക് പറ്റിയതൊക്കെ പുറത്തു തന്നു എന്ന് അള്ളാഹു പറഞ്ഞതാണ്. പക്ഷേ ആ പാപങ്ങൾക്ക് ശിക്ഷ വിധിക്കാനെങ്ങാനും എന്റെ റബ്ബെന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ, ഈ പറഞ്ഞ ക്രൂരതയുണ്ടല്ലോ, നിങ്ങൾ ഈ കാണിച്ച അക്രമമുണ്ടല്ലോ, ഇതിന് ഞാൻ ശിക്ഷ വിധിക്കുമായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. ആ മനസ്സോടുകൂടി തൗബ ചെയ്യാൻ കഴിയുമോ സഹോദരങ്ങളെ? ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് റബ്ബിനോട് എടുത്തു പറഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച് ഈ പറയുന്ന നമ്മുടെ മുന്നിലെത്തിപ്പെട്ടിരിക്കുന്ന ഈ റമളാനിന്റെ രാത്രികളിലും പകലുകളിലും ഹയാത്താക്കി രാത്രി ഉറങ്ങാതെ എഴുന്നേറ്റിരുന്ന് ഇസ്തിഗ്ഫാറിനെ പരമാവധി വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്കായി മാറാൻ സാധിക്കുമോ? എങ്കിൽ അങ്ങനെ മടങ്ങുന്നവർക്ക് രക്ഷയുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ വചനം ഓതി പഠിപ്പിച്ചു: യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങണം. എങ്ങനെയുള്ള തൗബ? തൗബത്തുൻ നസൂഹ, നിഷ്കളങ്കമായ നിലക്ക് ഒരടിമയായി ഏറ്റവും താഴ്ന്ന മനസ്സോടെ അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങണം. എന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചത് എന്താ? വഅസാ റബ്ബുക്കും മയുകഫിറ അൻകും സയ്യിആതികും. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വഅസാ റബ്ബുക്കും മയുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുക തന്നെ ചെയ്യും. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പിനെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. യൗമ ലാ യഖ്സില്ലാഹു നബിയ വല്ലദീന ആമനൂ മഅ, അങ്ങനെ തൗബ ചെയ്തവരാകട്ടെ, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ആ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കും ആ പ്രവാചകന്മാർക്കുമൊക്കെ അല്ലാഹു നാളെ പരലോകത്ത് പ്രകാശം നൽകുന്നതാണ്. നൂറുഹും, അല്ലാഹുവർക്ക് പ്രകാശം നൽകുന്നു. യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ വലതുഭാഗത്തുള്ള പ്രകാശം കൊടുക്കും. തൗബയുടെ ആളുകൾക്ക്, പ്രവാചകനിൽ വിശ്വസിച്ച വിശ്വാസികൾക്ക് വലതുഭാഗത്തുള്ള പ്രകാശം കൊടുക്കും, അവരുടെ മുൻഭാഗത്ത് അല്ലാഹു പ്രകാശം കൊടുക്കും. യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുകയാണ്: യഖൂലൂന, അവരിങ്ങനെ പ്രാർത്ഥിച്ചവരാണ് ദുനിയാവിൽ, ഇങ്ങനെ ദുആ ചെയ്തവരാണ് റബ്ബിനോട്: റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അത്മിം ലനാ നൂറനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം നീ പരിപൂർണമായി നൽകണേ അല്ലാ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. പടച്ചോനെ, നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. തീർച്ചയായും നീ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ് റബ്ബേ നീ. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണമല്ല എന്ന് ചോദിച്ചതിന്റെ പേരിൽ അല്ലാഹു കൊടുക്കുന്നു നാളെ പരലോകത്ത് പ്രകാശം. വിശ്വാസികൾക്ക് നൽകുന്ന പ്രകാശം, തൗബ ചെയ്തവർക്ക് നൽകുന്ന പ്രകാശം, ആ പ്രകാശത്തിന്റെ വെളിച്ചം, അതുകൊണ്ട് അവർ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് കഴിയുമെന്നാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, തൗബ ചെയ്യുന്നവർക്കുള്ള മഹത്വം 66-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു ഈ കാര്യം നമ്മളെ പഠിപ്പിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്: അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസ്, റസൂലിൽ നിന്ന് അവർ കേട്ടത്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, തൂബൂ ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് തൗബ ചെയ്തു മടങ്ങിക്കോ. നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങിക്കോ. ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ. നോക്കൂ, നിങ്ങൾ പാപത്തിന്റെ കറകളില്ലാത്ത മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനൊരു ദിവസത്തിൽ 100-ലധികം തവണ ഞാൻ തൗബ ചെയ്യുന്നു. അള്ളാന്റെ റസൂൽ ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാറിനെ തേടുന്നുവെങ്കിൽ നമ്മൾ എത്ര ചോദിക്കണം അള്ളാഹിനോട്, നമ്മൾ എത്ര പറയണം സഹോദരങ്ങളെ അള്ളാഹിനോട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗബയിലേക്ക് മടങ്ങുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു ദിവസത്തിൽ റസൂലുള്ള 100 തവണ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചിരുന്നുവെങ്കിൽ ഒരു റമദാൻ വന്ന് കിട്ടിയിട്ട് പോലും ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹിനോട് പള്ളിയിലിരുന്നോ, വീട്ടിലിരുന്നോ, നിസ്കാരം കഴിഞ്ഞ മുസല്ലയിലിരുന്നോ ഒരു പ്രാവശ്യമെങ്കിലും കരഞ്ഞുകൊണ്ട്, റബ്ബേ എൻ്റെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ എന്ന് റബ്ബിനോട് പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ നഷ്ടക്കാരൻ ഭൂമി ലോകത്താരുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസുകളാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദുആകളുണ്ട്. അല്ലേ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ റസൂലുള്ളാഹി സുബഹി കഴിഞ്ഞാൽ വൈകുന്നേരമായാൽ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച സയ്യിദുൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു. പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള അവസരങ്ങളാണ്. അതുകൊണ്ട് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾ അല്ലാഹ് ഇഷ്ടപ്പെടുന്നു എന്നാണ്. ആരാണ് മുഹ്സിൻ? തെറ്റ് ഇനി ഞാൻ ചെയ്യില്ലെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി, നല്ലൊരു മനസ്സോടുകൂടി, എൻ്റെ റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടണമെന്ന പ്രതീക്ഷയോടുകൂടി പാപക്കറകൾ റബ്ബിൽ നിന്ന് മായിച്ചിട്ട് പോകുന്നവർ ആരാണോ അവർക്കാണ് രക്ഷ, അവർക്കാണ് നാളെ പരലോകത്ത് വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിനെ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഊസികും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളുടെ പാപം പൊറുക്കാൻ ഒരുങ്ങി കാത്തിരിക്കുകയാണ്. അടിമകൾ ചോദിച്ചാൽ മതി. പക്ഷേ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലെടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട് സഹോദരങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചെറിയൊരു വഴക്കിട്ട അന്ന് നമ്മൾ കേട്ട ചരിത്രം. അബൂദർ റളിയല്ലാഹു അൻഹു ബിലാലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കറുത്തവരുടെ മകനെ എന്നൊരു വിളി വിളിച്ചു. നിസ്സാരമായി നമുക്ക് തോന്നാം, പക്ഷേ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ദീനിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വിലയുള്ള വാക്കാണ്. ഒരു കാരണവശാലും ഒരു മുഅ്മിൻ പരാമർശിക്കാൻ പാടില്ലാത്തൊരു പ്രയോഗം. അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ നാവ് കൊണ്ട് ബിലാലിൻ്റെ മുഖത്ത് നോക്കി കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചപ്പോൾ ഒന്നും പ്രതികരിക്കാതെ വേദനിക്കുന്ന മനസ്സോടെ റസൂലുള്ളാഹിൻ്റെ മുന്നിലെത്തി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞു, റസൂലേ, എൻ്റെ അബൂദർ എന്നെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചു. ആരിനങ്ങനെ വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു, എൻ്റെ അബൂദറിനെ അങ്ങനെ വിളിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ചോദിച്ചു, എന്താ അബൂദർ ഇത്? റസൂലേ, ഞാൻ ദേഷ്യം വന്നപ്പോൾ അങ്ങനെ വിളിച്ചു പോയതാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന് അബൂദറേ, നിൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഈ വാക്കിൻ്റെ ഗൗരവം അള്ളാഹു പുറത്തു തരണമെങ്കിൽ ബിലാൽ നിനക്ക് പൊരുത്തപ്പെട്ടു തരണം. ബിലാൽ പൊരുത്തപ്പെടാതെ അള്ളാഹ് പാപം മായ്ച്ചു കളയൂല കേട്ടോ. ഒന്നതാണ്. രണ്ടാമത്തെ പ്രയോഗം എന്താ അറിയോ? അബൂദറേ, ജാഹിലിയത്തിൽ ആ ചത്ത് ചീഞ്ഞ് നാറിയ ദുഷിച്ച സംസ്കാരം എപ്പോഴും ഉണ്ടോ എൻ്റെ അടുത്ത്? അത് വിട്ടുപോയിട്ടില്ലേ നിന്നിൽ നിന്ന്? എപ്പോഴും എൻ്റെ അടുത്തുണ്ടോന്നാണ്. അങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഒരു മുസ്ലിമിൻ്റെ സ്വഭാവമല്ല എന്നർത്ഥം. ഇതൊക്കെ ഒരു ജാഹിലികളുടെ സ്വഭാവമാണ്, ജാഹിലിയത്തിൻ്റെ സംസ്കാരമാണെന്ന് അർത്ഥം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് ചാടി പിടിച്ചു അബൂദർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, അബൂദർ, നീ എനിക്ക് പുറത്തു തരൂലേ? ബിലാലെ, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരൂലേ? എനിക്ക് നീ പൊറത്തു തരൂലേ എന്ന് ചോദിക്കുമ്പോൾ
ചേർത്ത് പിടിച്ച് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു അബൂദർറേ, അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ അബൂദർറേ. ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദർറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ചരിത്രത്തിൽ കാണാം. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ബിലാലിനോട് അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ വലത്തെ കവിൾത്തടം ഞാൻ ഈ മണ്ണിൽ വെച്ച് തരാം. ബിലാലെ, എൻ്റെ ഇടത്തെ കവിളിലേക്ക് നീ ചവിട്ടുമോ? എൻ്റെ അടുത്തുള്ള ദുഷിച്ച ശീലല്ലേ? റസൂൽ പറഞ്ഞ ജാഹിലിയത്തിന്റെ സ്വഭാവം അത് എന്നിൽ നിന്ന് നശിച്ചു പോകട്ടെ എന്നാണ്. നോക്കിങ്ങള്, അള്ളാന്റെ റസൂൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നറിയങ്ങള്, ആളുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളോട് നമ്മൾ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. പറയാതെ ഈ റമദാൻ കഴിഞ്ഞു പോയാൽ നഷ്ടക്കാരിലെ ഒന്നാമൻ നമ്മളാകും. കുടുംബത്തിൽ പരസ്പരം പറഞ്ഞു തീർത്തത്, കുടുംബത്തിൽ പൊരുത്തപ്പെടിക്കാനുള്ളത്, വ്യക്തി ജീവിതങ്ങളിൽ നന്നാക്കാനുള്ളത്, ആളുകളുമായി തീർക്കാനുള്ളത് തീർത്തിട്ട് തൗബയിലേക്ക് മടങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച വാചകം അതാണ്. രണ്ടാമത്തത്, ചെയ്ത തെറ്റിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് തൗബ ചെയ്യുക. എടുത്തു പറയുക, പടച്ചോനെ ഞാനത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എടുത്തു പറഞ്ഞിട്ട് തൗബ ചെയ്യുക. ഇനി ഞാനത് ആവർത്തിക്കില്ലെന്ന തീരുമാനമെടുത്തുകൊണ്ട് തൗബ ചെയ്യുക. തൗബയുടെ നിബന്ധനകൾ പഠിപ്പിച്ചിടത്ത് ഇതൊക്കെ ബാധകമാണ്. അതുകൊണ്ട് അത്തരം ഇടപെടലുകളിലൂടെ ആ രൂപത്തിൽ നമ്മുടെ മനസ്സ് മുഴുവനും ഇസ്തിഗ്ഫാറിലേക്ക് ആഴത്തിൽ ഇറക്കിക്കൊണ്ട് തൗബ ചെയ്യുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, സഹോദരങ്ങളെ, ഇതൊന്നും പൊറുക്കാനും വിട്ടുകൊടുക്കാനൊന്നും ഒരുക്കല്ലാത്ത കുറേ മനസ്സുകളുണ്ട്. 20 കൊല്ലമായി ഞാനും എൻ്റെ ജ്യേഷ്ഠനും തമ്മിൽ തെറ്റിയിട്ട് കൊടുക്കൂല, ഞാൻ ഓനെ എന്ത് റമദാൻ വന്നാലും ശരി പുറത്തു കൊടുക്കൂല എന്ന് പറയുന്നവരുണ്ട്, വിട്ടുകൊടുക്കൂല എന്ന് വാശി പിടിക്കുന്നവരുണ്ട്. നമ്മുടെ വാശിയും വൈരാഗ്യങ്ങളും ഒക്കെ ഒരു ദിവസം അവസാനിക്കും സഹോദരങ്ങളെ. തൊണ്ടയിലേക്ക് ജീവനെത്തുന്ന സമയത്ത് തീർന്നു പോകും നമ്മുടെ വാശിയൊക്കെ. അതുകൊണ്ട് എല്ലാ പിണക്കവും വാശിയൊക്കെ നിർത്തിയിട്ട് മനുഷ്യരായി ജീവിച്ച് മനുഷ്യരായി ഭൂമിയിൽ നിന്ന് യാത്ര പറയാൻ നമ്മൾ ഒരുങ്ങണം. ആ രൂപത്തിൽ യാത്രക്ക് വേണ്ടി ഒരുങ്ങണം. നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനുകളിൽ ഈ പള്ളിയിലുണ്ടായിരുന്ന എത്ര ആളുന്നുണ്ട്? ഒന്ന് കണക്കെടുത്തൊക്കെ എത്ര ആൾക്കാരും നമ്മൾ അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവുക സഹോദരങ്ങളെ. ഈ പള്ളിയിൽ നിന്ന് ഈ ഖുതുബ പറയുന്ന സമയത്ത് സഹോദരങ്ങളെ, കഴിഞ്ഞ ഇഅ്തികാഫിന്റെ സന്ദർഭത്തിൽ അവസാനത്തെ 10 ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ റാസിഫ് ഖാൻ. ഇന്നുണ്ടോ നമ്മളെ കൂടെ? ഇന്നുണ്ടോ സഹോദരങ്ങളെ? അത്ര പ്രായമൊന്നും ആയിട്ടില്ല അദ്ദേഹത്തിന്. നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയില്ലേ? ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തി എന്റെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നത് എന്റെ കണ്ണിൽ കണ്ട അദ്ദേഹത്തിന്റെ മരണ വാർത്ത കേട്ടാന്ന്. പടച്ച റബ്ബിനോട് എന്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന വന്നിട്ടുണ്ടെങ്കിൽ ദീനിന്റെ രംഗത്ത് ഒരുമിച്ചിരുന്നതിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മളെയും അദ്ദേഹത്തെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ എത്ര ആളുകൾ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയവർ, എത്ര ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കണ്ടേ? ആ വാശിയും വൈരാഗ്യമൊക്കെ അവിടെ തീരൂലേ സഹോദരങ്ങൾ? അതുകൊണ്ട് ഈ റമദാനാണ്, ഇതിനെ നമ്മൾ നശിപ്പിക്കരുത്. ഇനി നമുക്കിത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് നമ്മുടെ അവസാനത്തെ ചാൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ റമദാനിൽ കരഞ്ഞ് പറയണം എന്റെ റബ്ബിനോട്, റബ്ബേ എന്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിപ്പോയി നാഥാ, ഇതാ ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നില്ല. നീ പൊറുക്കുന്നവനാണെന്ന് എനിക്കറിയാം, നീ കരുണയുള്ളവനാണെന്ന് എനിക്കറിയാം, എന്നെ ഇഷ്ടപ്പെടുന്നവനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ റബ്ബേ എനിക്ക് നീ പൊറുത്തു തരണമെന്ന് അള്ളാഹിനോട് ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒറ്റ ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഖ്ബലു തൗബത്തൽ അബ്ദു മാ ലം യുഗർഗിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, തൗബ അല്ലാഹു സ്വീകരിക്കും. മാ ലം യുഗർഗിർ, തൊണ്ടയിലേക്ക് മരണം എത്തിയ സമയത്ത് തൗബ ചോദിച്ചിട്ട് കാര്യമല്ല എന്നാ, അതിനു മുമ്പ് ചോദിക്കണം എന്നാ. ആ ഫിർഔന് ചോദിച്ച പോലെ ഇങ്ങോട്ട് തൗബ ചെയ്യാൻ പാടില്ല. വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങിത്താഴുമ്പോ മൂസയെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ, ഹാറൂനിന്റെയും മൂസയുടെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. മൂസ, ഒന്ന് പറ റബ്ബിനോട് ഇന്നൊന്ന് രക്ഷപ്പെടുത്താനെന്ന്. വെള്ളം ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ഫറോവയുടെ വാക്കതായിരുന്നുവെങ്കിൽ അതാവരുത് നമ്മുടെ തൗബ. നമ്മുടെ തൗബ ആയുഷ്കാലത്ത് ആരോഗ്യമുള്ള സമയത്ത്, ജീവിതത്തിൽ സൗകര്യങ്ങളുള്ള സമയത്ത് സഹോദരങ്ങളെ ഒഴിഞ്ഞിരുന്ന് ചോദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ
നമ്മൾ പരാജയപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലും ഈ രൂപത്തിൽ റബ്ബിലേക്ക് കേണ് മടങ്ങി ഈ റമളാനിൻ്റെ മുഴുവൻ ഖൈറും ബർക്കത്തും നേടിയെടുക്കണമെന്ന നിയ്യത്തോടു കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് എല്ലാ അർത്ഥത്തിലും തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. 2 കാര്യങ്ങൾ ഉണർത്താനുള്ളത്. ഇന്ന് നമ്മുടെ പള്ളിയുടെ കലക്ഷൻ, ഇന്ന് ഇവിടെ നടക്കുന്ന കലക്ഷൻ നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ നമസ്കരിക്കുന്ന, നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന നമ്മുടെ പള്ളി, ഇത് കൃത്യമായി മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ആ ബാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ കലക്ഷൻ ഈ പള്ളിയിലേക്കുള്ളതാണെന്ന് മനസ്സിലാക്കി, സഹോദരങ്ങളെ, റമളാനാണ്, നമ്മുടെ പള്ളിക്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്നതും കൂടി അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ സുജൂദ് ചെയ്യുന്ന, നമ്മൾ ഇരുന്ന് നമസ്കരിക്കുന്ന, നമ്മൾ ഖുർആൻ ഓതുന്ന, നമ്മൾ ദഅവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഈ കേന്ദ്രത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വിഹിതം കുറയണ്ട എന്നാണ് പറയുള്ളത്. പരമാവധി എത്ര കൊണ്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുക. സ്ത്രീകളുടെ ഭാഗത്തും അത് ശ്രദ്ധിക്കുക. അവിടെ ബക്കറ്റുണ്ട്, നിങ്ങൾക്കതിനുള്ള സൗകര്യമുണ്ട്. ഭർത്താവ് കൊടുത്താൽ എനിക്കും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കണ്ട. ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടിയുള്ള നിയ്യത്തിൽ കൊടുത്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങളുടെ കൈകളിൽ പണം ഉണ്ടായിരിക്കെ, സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ, സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരിക്കെ, അതൊക്കെ ഉണ്ടായിട്ടും കൊടുക്കാതെയാണ് ഇവിടുന്ന് പോണതെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതിന് അള്ളാഹിനോട് നമ്മൾ കണക്ക് പറയേണ്ടി വരും. ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇന്നത്തെ പള്ളിക്ക് വേണ്ടിയുള്ള സംഭാവനകളിലേക്ക് പരമാവധി നമ്മൾ നൽകുക. അള്ളാഹു ആ രൂപത്തിൽ ദാനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള അത്തെന്മിയ എന്നൊരു പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 14, 15, 16 തീയതികളിൽ നമ്മുടെ നാട്ടിൽ നടക്കാനിരിക്കുന്നൊരു പ്രോഗ്രാമാണ്. SSLC മുതൽ അവിടെ അങ്ങോട്ട് +2 ഹയർ സെക്കൻഡറി സ്റ്റുഡൻസുകൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു 3 ദിവസത്തെ ക്യാമ്പോടുകൂടി ഉമ്മയുടെ കഴുത്തറുക്കുന്ന മക്കൾ ജീവിക്കുന്ന ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ സ്വന്തം കൂടപ്പിറപ്പുകളെ 6 ആളുകളെ കൊന്നു എന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കമൻറ്റ് പറഞ്ഞാൽ പോരാ. എന്താപ്പോൾ ആ മക്കളൊക്കെ അവസ്ഥ? നമ്മൾ അങ്ങാടിയിൽ നിന്നിട്ട് 2 ഡയലോഗ് അടിച്ചതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കില്ല. നമ്മളെ മക്കൾ അതുപോലത്തെ ക്യാമ്പുകളിലും ക്ലാസ്സുകളിലും കൊണ്ടുവന്ന് ഇരുത്തി അവർക്ക് കൊടുക്കേണ്ട ക്ലാസ്സുകൾ കൊടുത്ത് അവർക്ക് കിട്ടേണ്ട ഉപദേശങ്ങളും ദീനിയായ പഠനങ്ങളും അവരിലേക്ക് എത്തിക്കേണ്ട ബാധ്യത രക്ഷിതാക്കളുടേതാണ്. തിരുവനന്തപുരം ജില്ലയിൽ കേട്ട സംഭവം നാളെ നമ്മുടെ വീട്ടിൽ പുലരൂലാന്ന് ഒരുറപ്പും പറയാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ, അത്തരം പ്രോഗ്രാമുകളിലേക്കൊക്കെ നമ്മുടെ വിദ്യാർത്ഥിനികളെ കൊണ്ടുവന്നിരുത്താനും അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനൊക്കെ നമ്മളെല്ലാവരും മുന്നിലുണ്ടാവണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ആക്സിഡൻ്റായി നമ്മുടെ ഈ നാട്ടിലുള്ള സഹോദരങ്ങൾ കുറച്ച് പ്രയാസങ്ങളിലായിരുന്നു. ഇപ്പോൾ വീട്ടിലാണെന്ന് അറിഞ്ഞു, അൽഹംദുലില്ലാ. നമ്മുടെ യൂസുഫ് കയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അൻവർ ഹാജിയും ആക്സിഡൻറ്റ് പറ്റി, വാരിയലിന് കുറച്ച് തകരാറുകൾ പറ്റി എന്ന് അറിഞ്ഞിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് പരിപൂർണ ഷിഫായിനെ അദ്ദേഹത്തിന് അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളൊക്കെ, ഈ ഒരു അനുഭവിക്കുന്ന വേദനകൾ കൊണ്ട് അള്ളാഹു ആ പാപങ്ങളൊക്കെ അവരിൽ നിന്ന് പുറത്തു കൊടുക്കുമാറാവട്ടെ. കൂടുതൽ വേദന സഹിക്കാനും അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിലൂടെ ഒരു മധുരം കണ്ടെത്താനും ഉള്ള നല്ല ഈമാനികമായൊരു മനസ്സ് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെയും മാരകമായ അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ എല്ലാം അള്ളാഹു ശുദ്ധീകരിച്ച് ഒരു നല്ല ജീവിതം ഈ ദുനിയാവിൽ നയിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദോടെ ആ പ്രഖ്യാപനത്തോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾ, അസുഖം ബാധിച്ച് കിടക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഷിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വരുന്ന ദിവസങ്ങൾ പരിശുദ്ധ റമളാനിൻ്റെ രാത്രികളും പകലുകളും പരമാവധി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തി പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി ഈ റമളാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിൻ്റെ റഹ്മത്തും ബർക്കത്തുമൊക്കെ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.